ഹലോ, ഹലോ, ഇത് കുരിശിങ്കൽ ജോർജിന്റെ വീടല്ലേ? മിസ്റ്റർ ജോർജിനെ ഒന്ന് കിട്ടുമോ? സ്പീക്കിംഗ്. ഇതാരാണ്? ഇന്നലത്തെ അപ്നാൻ ദേശയിൽ ഒരു പരസ്യം കണ്ടിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാനാ. എൻ്റെ മോൾക്ക് വേണ്ടിയാ. ഡൽഹി നേഴ്സാ. പയ്യനെന്താ ജോലി? പ്രൈവറ്റ് ബാങ്കിലാ. ഉടനെ പ്രൊമോഷൻ ആകും. ഓ, ഞാൻ ഫോറിൻകാരെയാണ് നോക്കുന്നത്. നാട്ടിൽ ജോലി ചെയ്യുന്നവരെ താല്പര്യമില്ല. വലിയ വീരവാദം മുഴക്കി 1 മാസത്തിനകം കല്യാണം നടത്തുമെന്നു. അത് പറഞ്ഞിട്ട് 2-3 ദിവസമായി. ഇതുവരെ അനക്കൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാൻ മാത്രം അനങ്ങിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഹലോ. ഹലോ, ഞാൻ കിടങ്ങൂരുന്നാ. പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കൂ. വരണേ ആവശ്യമുണ്ടെന്ന് പരസ്യം കണ്ടിരുന്നു. സ്വഭാവം വെച്ചിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയാ. 1 മാസം ചെറുക്കൻ എന്ത് ചെയ്യുന്നു? കൃഷിപ്പണിയാ. സ്വന്തമായി 3 ഏക്കർ സ്ഥലവും ബിസിനസ്സും ഉണ്ട്. കൃഷിപ്പണിയാണോ? താല്പര്യമില്ല കേട്ടോ. ഫാമിലി വിസയുള്ള ഫോറിൻകാരെയാണ് നോക്കുന്നത്. എത്തിയല്ലോ. നടത്തിപ്പ് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. നാട്ടിലുള്ള ചെറുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാനാണോ അവളെ കഷ്ടപ്പെട്ട് ഞാൻ നഴ്സിംഗ് പഠിപ്പിച്ചത്? കർത്താവേ, ഫാമിലി വിസയുള്ള ഒരു നല്ല ഫോറിൻകാരൻ ചെറുക്കനെ കാണിച്ചു തരണമേ. എന്താടാ ഇത്ര വൈകിയത്? KCVലിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നമ്മേ. ഞായറാഴ്ചയല്ലേ മെഡിക്കൽ ക്യാമ്പ്, അതിൻ്റെ ചില കാര്യങ്ങൾ. നിനക്ക് പിന്നെ വിശ്രമം വേണ്ടല്ലോ. രാത്രിയും പോയില്ല ഓട്ടോ, അല്ലെങ്കിൽ KCVയിൽ. നേരത്തെ വീട്ടിൽ വന്നെങ്കിൽ കെട്ടോടും പിള്ളേരൊക്കെ വേണം. അമ്മ പറയുന്നത് കേട്ടാൽ തോന്നും പെണ്ണുണ്ടായിട്ട് ഞാൻ മനഃപൂർവ്വം കേട്ടാത്തതാണ്. നിന്റെ കുറ്റം തന്നെയാ. നമ്മുടെ സമുദായത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ നോക്കണം. അല്ല പിന്നെ. അമ്മ വെറുതെ വഴക്കിന് വരണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ചോറെടുത്ത് വയ്ക്കേ. എൻ്റെ മാതാവേ, എത്ര നവേന കൂടി, എത്ര ചെറിയൊക്കെ പ്രാർത്ഥന കൂടി. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പെങ്കിലും അവൻ്റെ കല്യാണം. ചേട്ടായി ഇന്ന് കുർബാനയ്ക്ക് പോയോ? ഇന്നലെ 2 തവണ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. ഭയങ്കര തിരക്കായിരുന്നു ചേട്ടായി. പ്രൈവറ്റ് ആശുപത്രിയല്ലേ, ഒടുക്കത്തെ ജോലിയാ. ആവശ്യത്തിന് സ്റ്റാഫിനെ എടുക്കത്തില്ല. അടുത്തു. അല്ല, ചേട്ടായി എന്തിനാ വിളിച്ചത്? അടുത്ത ഞായറാഴ്ചയല്ലേ നമ്മുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ആക്റ്റീവായിട്ട് ഇറങ്ങണം. 2 ദിവസം ഞാൻ ഓഫ് എടുത്തിട്ടുണ്ട്. അനിയന് 3ാമത്തെ കുട്ടി ഉണ്ടായല്ലേ, ഞാൻ FB കണ്ടിരുന്നു. പാവം, അവൻ്റെ ഒരു കാര്യം. അതെന്താ, തോമസ് കുട്ടിക്ക് ജോലിയൊന്നും ആയില്ലേ? 3ാമത്തെ കൊച്ചുമായില്ലേ, അത് തന്നെ ഒരു ജോലിയല്ലേ. ചേട്ടായിക്ക് പിന്നെ ഇതിലൊന്നും താല്പര്യമില്ലല്ലോ അല്ലേ?
ബൈ പപ്പാ. എൻ്റെ സാജ ഇനിയെങ്കിലും ഈ ഓട്ടോയുടെ പേരൊന്നും മാറ്റി. ഇങ്ങനെയുണ്ടോ ഒരു സമുദായ പ്രേമം? അതങ്ങനെ മാറ്റാൻ പറ്റില്ലടാ. സാജൻ ചേട്ടാ, മെഡിക്കൽ ക്യാമ്പ് ഗംഭീരമായിരുന്നു കേട്ടോ. കൺഗ്രാറ്റ്സ്. ഞാനും അമ്മയും വന്നിരുന്നു. ഞാൻ കണ്ടായിരുന്നു, തിരക്ക് കാരണം മിണ്ടാൻ കഴിഞ്ഞില്ല. ഏതായാലും സംഭവം കലക്കി. നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രമല്ല, ഈ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടിരിക്കാം. എടാ, എനിക്ക് കുറച്ച് പൈസ വേണം. അടുത്ത മാസം ചിട്ടി പിടിക്കുമ്പോൾ തിരിച്ചു തരാം. എന്താടാ പൈസയ്ക്ക് ഇത്ര അത്യാവശ്യം? ഷൈനിയുടെ പ്രസവമാടാ. അളിയൻ ഗൾഫിലാണേലും ഓരോ വരവിനൊരു മാമൂസ് നടത്തുന്നുണ്ടല്ലോ. ആള് പുലി തന്നെ അല്ലടാ. ഗൾഫുകാരൻ്റെ ഭാര്യയല്ലേ, നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? എന്റെ സാജൻ ചേട്ടാ, ഇങ്ങനെ പാവാകല്ലേ. ചേട്ടനോടും അനിയനോടും കുറച്ച് രൂപ അയച്ചു തരാൻ പറ. രണ്ടുപേരും പുറത്തല്ലേ. അതൊന്നും പറയണ്ട രമ്യ. ഒരുത്തനെ വിളിക്കുമ്പോൾ അവൻ കൊച്ചിനെ കുളിപ്പിക്കുമായിരിക്കും, അടുത്തയാളെ വിളിച്ചാൽ അവൻ തുണി കഴുകുമായിരിക്കും. അവർക്കൊക്കെ എപ്പോഴും തിരക്കല്ലേ. ഭാര്യമാരെ കെയറപ്പ് വിദേശത്ത് പോയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള ഏതെങ്കിലും പെണ്ണിനെ കെട്ടി അന്തസ്സായിട്ട് ജീവിക്കരുത്. നല്ല കാര്യായി. ഇവരുടെ സമുദായത്തിൽ നാട്ടിൽ നിന്ന് ആർക്കും പെണ്ണിനെ കൊടുക്കത്തില്ല ചേട്ടാ. എല്ലാവർക്കും ഫോറിൻകാരെ മതി. ഈ സാജൻ ചേട്ടന്റെ കാര്യം തന്നെ നോക്ക്, എന്ത് കഷ്ടാ. നീ വാടാ. സാധാരണഗതിയിൽ ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് നീ. ഈ നാട്ടിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ. എന്നിട്ടും നിന്റെ സമുദായത്തിൽ നിനക്കൊരു പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പം നിനക്കല്ല, സമുദായത്തിനാണ്. നീ വെറുതെ സമുദായത്തെ പഴിക്കണ്ട. ഇത് ചിലരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം. അതാ പറയുന്നത് അത്രക്കാർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന്. വേറെയും ക്രിസ്ത്യാവുണ്ടല്ലോ ഈ നാട്ടിൽ, നല്ല മിടുക്കി പെൺകുട്ടികളുമുണ്ട്. അയ്യോ ചേട്ടാ, അത് പറ്റില്ല. സാജൻ ചേട്ടന് നല്ല ജ്ഞാനായക്കാരി പെണ്ണ് തന്നെ വേണം. നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തേക്കാൾ വലുത് സമുദായത്തിൻ്റെ കെട്ടുറപ്പാണ്. സമുദായത്തിനോട് ജീവിതം ഹോമിക്കാൻ നീ തയ്യാറായെന്ന് വരും. അതിന് തയ്യാറല്ലാത്ത ധാരാളം ചെറുപ്പക്കാർ നാളെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ നഷ്ടം സമുദായത്തിന് തന്നെയാണ്, അത് മറക്കണ്ട. ഞങ്ങൾക്ക് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുമുണ്ട്. ഇതൊന്നും പുറത്തുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ നിനക്കറിയാവുന്നല്ലേ. ശരി, അതിലെവിടെയെങ്കിലും നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പെണ്ണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതിന് പച്ച മലയാളത്തിൽ ആർത്തി എന്ന് പറയും, പണത്തോടുള്ള ആർത്തി. പിന്നെ പണം ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന് വിവരക്കെടും. പറഞ്ഞു പറഞ്ഞ് നിങ്ങളിഞ്ഞി പിണങ്ങണ്ട. ഇതാ ചായ. പിണക്കൊന്നുമില്ല രേഖ, എനിക്കറിയില്ല ഇവനെ. അതെ, ഇന്ന് കേശവലിൻ്റെ റാലിയുണ്ട്, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ശരി, രൂപ വേണ്ട പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെടാ. ആട്ടേടാ. Hello, Sajan. How are you? എന്നെ മനസ്സിലായില്ലേ? ആ, ജോണി കിട്ടിയോ? നീ എന്നാ വന്ന്? ഇന്നലെ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖം. നീ ഇപ്പൊ എവിടെയാ? അമേരിക്ക. ഫാമിലി? ദാ കാറിലുണ്ട്. നിന്റെ കല്യാണം? ഓ, ഞാനിപ്പോഴും ബാച്ചിലറാണ്. ഓ, ഈസ് ഇറ്റ്? വാട്ട്സ് ദ പ്രോബ്ലംസ്? നമ്മുടെ സമുദായത്തിൽ ഫോറിൻകാരില്ലാത്തവർക്ക് പെണ്ണ് കിട്ടാനുള്ള പാട് നിനക്കറിയില്ലേ? അത് തന്നെ കാര്യം. നീ എന്നെ കണ്ടുപിടിക്കും. ആദ്യമൊക്കെ ഞാനും ജ്ഞാനായ പെണ്ണിനെ നോക്കി. രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ മാറ്റി പിടിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
നിനക്ക് രക്ഷപ്പെടണം. പറ, ഈ ജോണിക്കുട്ടി ഏറ്റു കാത്തലിക്, യാക്കബറ്റ്, അല്ലെങ്കിൽ വേണ്ട നായർ ഓർ നമ്പൂരി? ഒന്ന് പോടാ, ഒരു കല്യാണ ബ്രോക്കർ. ഞാൻ കെട്ടുന്നെങ്കിൽ ഒരു ക്നായ പെണ്ണ് തന്നെയായിരിക്കും. അതിന് പറ്റിയില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വയ്ക്കും, അത്ര തന്നെ. മോനെ സാജ, നീ സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക. മാർപ്പാപ്പൻ നിന്നെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിക്കൊള്ളും. സോ ഐ എം ഗോയിങ് സീ ഇൻ രൂപക്കൂട്. എന്തോന്ന്? നിന്നെ ഏതെങ്കിലും രൂപക്കൂട്ടി കണ്ടോളാന്ന്. നീ ഒരു പുണ്യവാളനല്ലേ? ഡാ, നിന്റെ ഭാര്യയും മക്കളെയും കണ്ടില്ലോ. അവ കേസ് ഇല്ലാതെ പറ്റില്ല, മേല് ചൊറിയും. അതാ കാറിൻ്റെ അകത്ത് തന്നെ. ഹായ് സാജൻ, ഹൗ ആർ യു? എന്നെ അറിയില്ലേ? ഐ ആം ട്രീസ. ഐ വാസ് എ ജൂനിയർ ഇൻ ദ സ്കൂൾസ്. ആ, അറിയാം, മനസ്സിലായി. ഡാ, ഇതാ കാളവണ്ടിക്കാരൻ മത്തായുടെ മോളല്ലേ? കുട്ടി ഇവക്ക് എന്ന പോലെ ഈ അസുഖം തുടങ്ങിയത്? വാട്ടർ അസുഖം. ഈ AC ഇല്ലാത്തപ്പോൾ ചൊറിച്ചില്ലേ? ബൈ. ജോണിക്കുട്ടി, മോളുടെ ഡൈപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യൂ. യെസ് ഹണി, അല്പം തിരക്കുണ്ട്. സീ യു ലേറ്റർ. മനസ്സിലായി, ചെല്ല്. പാവം. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? എന്തു പറ്റി? ആ സമയത്ത് പള്ളിയിൽ ഒറ്റയ്ക്ക് പോയൊരു പ്രാർത്ഥന. ഇന്ന് സാജൻ ചേട്ടന്റെ പപ്പ മരിച്ച ദിവസമാ, അതാ. എന്താടി ഒരു സോഫ്റ്റ് കോർണർ? AD 345 കൈനീട്ടം വല്ല പ്ലാനും ഉണ്ടോ? ഒന്ന് പോടി. ആ ചേട്ടൻ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ ചേർന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ രൂപതയുടെ കൊച്ചുപിതാവായേനെ. പിതാവാകാനൊക്കെ ഇനിയും പറ്റും, നീ ഒന്ന് മനസ്സ് വെച്ചാ മതി. എന്തൊരു നാക്കാടി ഇത്! 10 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാ യൂത്ത് ലീഗിൽ. ഇതുവരെ ആ രീതിയിൽ ഞങ്ങൾ പരസ്പരം നോക്കിയിട്ട് കൂടിയില്ല. സാരമില്ല, ഇനി നോക്കിയാലും മതി. ഇവളെ കൊണ്ട് തോറ്റു. എന്നാലും കുറച്ച് കടുപ്പാ നിങ്ങളുടെ ആൾക്കാരുടെ ഒരു കാര്യം. എന്താടി? ആ സാജൻ ചേട്ടന്റെ കാര്യം തന്നെ. എത്ര നല്ല ആളാ, എന്നിട്ട് നിങ്ങളുടെ കൂട്ടുന്ന ഒരു പെണ്ണിനെ കിട്ടുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാ 35 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് യൂത്ത് ലീഗിൽ നിന്ന് മാറുവാ സാജൻ ചേട്ടൻ. പുള്ളിക്കാരന് ഞങ്ങളൊരു യാത്രയപ്പ് കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ഞായറാഴ്ച. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. സ്റ്റേജിലെഴുതി കുറെ വലിയ വർത്താനം പറയും, ഒരു ആത്മാർത്ഥതയും കാണില്ല. ഇതങ്ങനെയൊന്നും അല്ലടി, ഞങ്ങൾ സിൻസിയർ ആയിട്ടാ. കഴിഞ്ഞ 15 വർഷക്കാലം ചെയ്ത സേവനങ്ങൾ എല്ലാവർക്കും അറിയാവല്ലോ. പാവം, കല്യാണം മാത്രം നടക്കുന്നില്ല. നിനക്ക് വിഷമമുണ്ടല്ലേ? അദ്ദേഹം കൂടെയുള്ളത് ഒരു ധൈര്യമായിരുന്നു. അതാ പറഞ്ഞത് വിടണ്ടെന്ന്. കൂടെ തന്നെ നിന്നു. ഓ, എന്നെ ഇവിടെ എങ്ങും കെട്ടിക്കത്തില്ലടി. നാളെ ഒരു അമേരിക്കൻ പാർട്ടി വരുന്നുണ്ട് കാണാൻ. എവിടുന്നാടി? ആ, എനിക്കറിയത്തില്ല, പപ്പ പറഞ്ഞതാ. എങ്കിൽ പിന്നെ കാണാം. ബൈ, പിന്നെ കാണാം. മോളെന്തേടി? അവള് മുറിയിലുണ്ട്, തലവേദനയാണെന്നും പറഞ്ഞ് കിടക്കുക. ചോറും ഉണ്ടില്ല. നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് പള്ളിയിൽ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. നാളെ ചെറുക്കൻ്റെ ആൾക്കാർ കാണാൻ വരുമ്പോൾ ഇവൾ ക്ഷീണിച്ചും വല്ലാണ്ട് ഇരുന്നാലെങ്ങനെയാ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ആലോചന വന്നപ്പോൾ മുതൽ അവൾക്കൊരു ഉത്സാഹക്കുറവ്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ?
അവൾ നിന്നോട് വല്ലതും പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഈ പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും അവൾ നമ്മെ പിരിഞ്ഞ് നിന്നിട്ടുണ്ടോ? അപ്പോൾ പിന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പം അവൾക്ക് വിഷമം കാണാതിരിക്കുമോ? എന്താ രണ്ടുപേരും എന്നെ ഇപ്പൊ തന്നെ അമേരിക്കക്ക് വിടുവോ? ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഇവിടെ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. സാബു, നീ ആ കാറ്ററിംഗുകാരനെ ഒന്നുകൂടെ വിളിക്കുക. കൃത്യം 4-ന് എന്നെ കാപ്പി എത്തിക്കണമെന്ന് പറ. ഇപ്പോൾ വിളിച്ചുള്ളൂ, അവർ വരും. ആ ഓക്കെ. ആ സ്റ്റേജിൽ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അത് ജിഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അവളത് ഭംഗിയായി ചെയ്തോളും. ആ എന്നാൽ ശരി. എന്നാ സാജൻ ചേട്ടൻ മാറുന്നത് ഒരു നഷ്ടം തന്നെയാ അല്ലേ? ഒരു സെൻഡ് ഓഫിന് തന്നെ പുള്ളിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു, പിന്നെ എല്ലാവരും ചേർന്ന് സമ്മതിച്ചതാ. നമ്മുടെ ഈ യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സ്വാഗതം പറഞ്ഞ വികാരിയച്ഛന് നന്ദി. അടുത്തതായി ഉദ്ഘാടന പ്രസംഗം. അതിനായി നമ്മുടെ വികാരി ജനറൽ റെവറൻഡ് ഫാദർ മൈക്കൽ വെട്ടിക്കാട്ടലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ബഹുമാനപ്പെട്ട വികാരിയച്ഛ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാജൻ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. 15 വർഷമായിട്ട് നമ്മുടെ സംഘടനയുടെ അമരത്ത് പ്രവർത്തിക്കുക, ഒട്ടനവധി നല്ല പരിപാടികൾ നടപ്പിലാക്കുവാൻ നേതൃത്വം നൽകുക, ഒടുവിൽ സംഘടനയുടെ നിയമത്തിന് വിധേയമായി പദവിയിൽ നിന്നും പിന്മാറുക. മാത്രമല്ല, ഒരിക്കൽ പോലും തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളെ ബാധിക്കാതെ നോക്കുക. ഇതെല്ലാം ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ്. ഞാൻ സാജന്റെ അമ്മയോട് സംസാരിച്ചു. ആ അമ്മ വളരെ വേദനയോടെ എന്നോട് ഒരു കാര്യം പറയുകയുണ്ടായി. സാജന്റെ വിവാഹക്കാര്യം. നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് പെണ്ണിനെ കൊടുക്കുവാൻ നമ്മുടെ ആളുകൾ മടി കാണിക്കുകയാണ്. ഇത് ഒരു സാജന്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം നിരവധി ചെറുപ്പക്കാർ നമ്മുടെ സമുദായത്തിലുണ്ട്. അവരുടെ ഒരു പ്രതീകമാണ് ഈ ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ദൈവജനവും കുടുംബങ്ങളുമാണ് സഭയുടെ അടിസ്ഥാനം. നല്ല ജ്ഞാനായ കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഇടയിൽ തന്നെ ഈശ്വര വിശ്വാസമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ നമ്മൾ തയ്യാറാവണം. സ്വന്തം പെൺമക്കളെ ഫാമിലി വീസയും ഉയർന്ന ശമ്പളവുമുള്ള ഫോറിൻകാരെ കൊണ്ട് മാത്രമേ വിവാഹം കഴിപ്പിക്കൂ എന്ന ചിന്താഗതിയിലാണ് നമ്മുടെ പല സമുദായ അംഗങ്ങളും. പഠിക്കാൻ മിടുക്കരായ
എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനോ അതുവഴി വിദേശ ജോലിക്കോ പോകുവാൻ സാധ്യത ലഭിക്കാതെ വന്ന ഒട്ടനവധി സൽസ്വഭാവികളായ ചെറുപ്പക്കാർ നമ്മുടെ സമുദായത്തിലുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകൾ ഈ സമുദായത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മറന്നിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ കുടുംബത്തെ മുഴുവൻ കരകയറ്റുന്നതിനായി സ്വന്തം ജീവിതം ഹോമിച്ച സാജനെ പോലെ ഒരു ചെറുപ്പക്കാരന് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു ജീവിത പങ്കാളിയെ കിട്ടിയില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യൂ എന്ന ഉറച്ച തീരുമാനമാണ് സാജനെന്നും അവിവാഹിതനായി കഴിയുവാൻ ഇടയാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാജന്റെ അമ്മയുടെ ഈ ദുഃഖം നമ്മുടെ ഓരോരുത്തരുടെയും ദുഃഖമായി കാണുവാൻ നമുക്ക് കഴിയണം. ഇത്തരം നിരവധി ചെറുപ്പക്കാരും നിരവധി അമ്മമാരും നമ്മുടെ ഈ സമുദായത്തിലുണ്ട്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ സമൂഹമാണ്, നിങ്ങളാണ്. വിവാഹ ആലോചനകൾ വരുമ്പോൾ ഫോറിൻ വിസ മാത്രം നോക്കാതെ അധ്വാനശീലവും ദൈവവിശ്വാസവുമുള്ള സൽസ്വഭാവികളായ ചെറുപ്പക്കാരെ കൊണ്ട് സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്യിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? അത്തരം ചെറുപ്പക്കാരെ വിവാഹം കഴിക്കുവാൻ നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാകുമോ? ഞാൻ തയ്യാറാണ്. എന്റെ മാതാപിതാക്കൾക്ക് സാജൻ ചേട്ടന്റെ അമ്മയ്ക്ക് സാജൻ ചേട്ടന് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. ഇതാണ് ജ്ഞാനായ മക്കൾ. മനോഭാവത്തിലെ ഈ മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്. വാ മോളെ.